വീഡിയോകൾ കാണുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വരുന്ന ആഴ്ചയിൽ 12 രാശിക്കാരിലും എപ്രകാരമാണ് മാറ്റങ്ങൾ എന്നത് ശ്രദ്ധേയമാണ്. അതിൽ അനുകൂലവും പ്രതികൂലവുമായ മാറ്റങ്ങളുണ്ടാവും. ജീവിതത്തിൽ എല്ലാ മേഖലയിലും നിങ്ങൾക്ക് എപ്രകാരമാണ് കാത്തിരിക്കുന്ന മാറ്റങ്ങൾ, അതൊക്കെ എപ്രകാരമാണ് എന്നതും നമുക്ക് നോക്കാം. കരിയർ, ധനം, ജോലി, ജീവിതം എന്നിങ്ങനെ എല്ലാ മാറ്റങ്ങളും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. സന്തോഷകരമായ മാറ്റമാണോ സങ്കടകരമായ മാറ്റമാണോ എന്നതിൽ നമുക്കറിയാം. കൂടുതൽ മാറ്റങ്ങൾ ഇപ്രകാരമാണ് കാത്തിരിക്കുന്നത്. മേടം രാശി. മേടം രാശിക്കാർക്ക് ഈ ആഴ്ചയിൽ പലപ്പോഴും പുതിയ അവസരങ്ങൾ തേടിയെത്തും. സാമ്പത്തിക കാര്യങ്ങളിൽ സൂക്ഷ്മത പാലിക്കുക. കുടുംബ പിന്തുണ ശക്തമായിരിക്കും. അതുവഴി ഏത് കാര്യത്തിനും വിജയം കരസ്ഥമാക്കുന്നതിന് സാധിക്കുന്നു. ഇടവം രാശി. ഇടവം രാശിക്കാർക്ക് കഠിനാധ്വാനം ഫലം നൽകും. ബിസിനസ്സിലും ജോലികളിലും പുരോഗതി പ്രതീക്ഷിക്കാം. ആരോഗ്യത്തിൽ ചെറിയ ക്ഷീണം അനുഭവപ്പെടുന്നതിന് യോഗം കാണാം. സന്തോഷകരമായ പല മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ തേടിയെത്തും. മിഥുനം രാശി. മിഥുനം രാശിക്കാർക്ക് അവരുടെ സംസാരം പലപ്പോഴും ശ്രദ്ധിച്ചിട്ടു വേണം. എന്നാൽ അത് വിജയത്തിലേക്ക് നിങ്ങളെ എത്തിക്കും. പുതിയ ബന്ധങ്ങൾ ഗുണകരമാകും. ചെലവുകളിൽ നിയന്ത്രണം വേണം. ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും തേടിയെത്തും. കർക്കിടകം രാശി. കർക്കിടകം രാശിക്കാർക്ക് അവരുടെ കുടുംബകാര്യങ്ങളിൽ സന്തോഷമുണ്ടാകും. ജോലിയിൽ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കാം. മനസ്സിന് ശാന്തി ലഭിക്കുന്ന ദിനങ്ങളാണ് വരാനിരിക്കുന്നത്. ആരോഗ്യത്തെ ഒട്ടും നിസ്സാരമാക്കരുത്. ചിങ്ങം രാശി. ചിങ്ങം രാശിക്കാർക്ക് ഈ ആഴ്ചയിൽ ആത്മവിശ്വാസത്തോടെ മുന്നേറാൻ കഴിയുന്ന ആഴ്ച. സാമ്പത്തിക നേട്ടമുണ്ടാകും. തീരുമാനങ്ങളെടുക്കുമ്പോൾ ആലോചിക്കുക. അല്ലാത്തപക്ഷം അത് പ്രശ്നങ്ങൾ ഇരട്ടിയാക്കുന്നു. കന്നിരാശി. കന്നിരാശിക്കാർക്ക് ഈ സമയം ജോലിയിൽ സന്തോഷവും അംഗീകാരവും തേടിയെത്തും. ആരോഗ്യപരമായ കാര്യങ്ങളിൽ ശ്രദ്ധ വേണം. യാത്രകൾ ഗുണകരമായി വരുന്ന സമയമാണ്. സന്തോഷത്തോടെ ഗുണകരമായ മാറ്റങ്ങൾ തേടിയെത്തും. തുലാം രാശി. തുലാം രാശിക്കാർക്ക് അവരുടെ ജീവിതത്തിൽ വരുന്ന ആഴ്ചയിൽ ബന്ധങ്ങളിൽ സൗഹൃദം വർദ്ധിക്കും. പുതിയ പദ്ധതികൾ ആരംഭിക്കാൻ അനുകൂല സമയം. സാമ്പത്തിക കാര്യങ്ങൾ മെച്ചപ്പെടുന്ന ആഴ്ചയാണ്. ആരോഗ്യപ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കും. വൃശ്ചികം രാശി. വൃശ്ചികം രാശിക്കാർക്ക് ഈ ആഴ്ചയിൽ ജോലിയിൽ സമ്മർദ്ദം അനുഭവപ്പെടാം. പക്ഷേ ഫലങ്ങൾ അനുകൂലമായിരിക്കും. ക്ഷമ പാലിച്ചു വേണം ഓരോ കാര്യവും കൈകാര്യം ചെയ്യുന്നതിന്. സാമ്പത്തിക സ്ഥിതി ഒട്ടും നിസ്സാരമല്ല. ഗുണാനുഭവങ്ങൾ ഇരട്ടിയാവുന്നു. ധനുരാശി. ധനുരാശിക്കാർക്ക് ഭാഗ്യം അനുകൂലിക്കുന്ന ആഴ്ചയാണ് എന്നതിൽ സംശയം വേണ്ട. അതുകൂടാതെ പഠനത്തിലും ജോലികളിലും വിജയം കൈവരും. ആത്മീയ കാര്യങ്ങളിൽ താൽപ്പര്യം വർദ്ധിക്കും. അനാവശ്യ ആശങ്കകൾ ഒഴിവാക്കണം. സാമ്പത്തിക സ്ഥിതി നിസ്സാരമല്ല. മകരം രാശി. മകരം രാശിക്കാർക്ക് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും തേടിയെത്തും. അതുകൊണ്ടുതന്നെ കുടുംബകാര്യങ്ങളിൽ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കും. സാമ്പത്തികമായി സ്ഥിരതയുണ്ടാകും. ആരോഗ്യത്തിൽ ശ്രദ്ധ വേണം. പഠനകാര്യങ്ങളിൽ വിജയം കരസ്ഥമാക്കുന്നതിന് സാധിക്കും. കുംഭം രാശി. കുംഭം രാശിക്കാർക്ക് ഈ സമയം വളരെയധികം മാറ്റങ്ങളുണ്ടാവുന്നു. അതുകൂടാതെ പുതിയ ആശയങ്ങൾ വിജയത്തിലേക്ക് നയിക്കും. സുഹൃത്തുക്കളുടെ പിന്തുണ ലഭിക്കും. കരിയറിൽ മുന്നേറ്റം പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. ആരോഗ്യപ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കും. മീനം രാശി. മീനം രാശിക്കാർക്ക് ഈ ആഴ്ചയിൽ മനസ്സിന് സന്തോഷം നൽകുന്ന ആഴ്ചയാണ്. അതുമാത്രമല്ല, ഇത് നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തിക സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുന്നു. ക്രിയേറ്റീവായ പ്രവർത്തനങ്ങൾ വിജയകരമാകും. ചെലവുകൾ നിയന്ത്രിക്കുന്നതിന് ശ്രദ്ധിക്കണം. അനാവശ്യ ആശങ്കകൾക്ക് പരിഹാരം കാണാൻ സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ നക്ഷത്രവും രാശിയും ഏതാണെന്ന് കമന്റ് ചെയ്യുക.